നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. നമുക്ക് ഈ നൈറ്റ് വിജിലിൻ്റെ പ്രധാന വചന സന്ദേശം നൽകുന്നത് വളരെ പ്രശസ്ത ധ്യാനഗുരുവായ ശാലോം TV പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനായ, ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് അതിശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ യുവ വൈദികൻ ഫാദർ റാബ്സൺ പീറ്റർ OCD അച്ഛൻ OCD സഭയുടെ ആവില സദൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് അതിശക്തമായ രീതിയിൽ സുവിശേഷത്തിന് വേണ്ടി അഭിഷേകം ചെയ്ത് ഉപയോഗിക്കുന്ന വൈദികനാണ് ബഹുമാനപ്പെട്ട റാബ്സൺ പീറ്റർ അച്ഛൻ. ശാലോം TVക്കാർക്ക് ഏറെ സുപരിചിതനാണ്. നമുക്ക് വലിയ ആദരവോടെ അച്ഛനെ സ്വീകരിക്കാൻ നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് ഒന്ന് ഹൃദയത്തെ ശാന്തമാക്കി, കർത്താവേ, നിൻ്റെ പ്രിയ അഭിഷക്തനിലൂടെ അങ്ങ് എന്നോട് സംസാരിക്കണമേ, എൻ്റെ കാതുകൾ തുറക്കണമേ, എൻ്റെ കണ്ണുകൾ തുറക്കണമേ, എൻ്റെ ഹൃദയം തുറക്കണമേ. കർത്താവെ, വചനത്തിന് സമൃദ്ധി നൽകണമേ, നിൻ്റെ നാമത്തിന് ശക്തി അവിടുന്ന് വെളിപ്പെടുത്തണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് അച്ഛനെ വചനവേദിയിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യത്തെ 7 വർഷം ഒറീസ മിഷനിലാണ് ശുശ്രൂഷ ചെയ്തത്. അതിനുശേഷം കഴിഞ്ഞ 7 വർഷങ്ങളായി ഇരിട്ടിയിലുള്ള ആവില സദനിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ 7 വർഷം ഒറീസയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആകെ കാണുമായിരുന്ന, പങ്കെടുക്കുമായിരുന്ന ഒരു TV പ്രോഗ്രാം എന്ന് പറയുന്നത് നൈറ്റ് വിജിൽ ശുശ്രൂഷയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. അച്ഛൻ്റെ ഒറീസ മിഷനിലുള്ള ശുശ്രൂഷകൾക്ക് ശാലോമിലെ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷ ഒരു ശക്തിയായിരുന്നു, അഭിഷേകമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെ വരാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് ഈശോയോട് ചോദിച്ചു, ഏത് വിഷയമാണ് പ്രഘോഷിക്കപ്പെടേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നടത്താൻ ഈശോ ആവശ്യപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛന് വ്യക്തിപരമായി ഈ ശുശ്രൂഷയുമായി ഹൃദയ അടുപ്പം ഉള്ള ഒരു ശുശ്രൂഷയാണ്. അച്ഛൻ്റെ അപ്പച്ചൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 8-ാം തീയതി മരണമടഞ്ഞു. അപ്പച്ചന് നല്ല ബോധവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അതോടൊപ്പം തന്നെ അപ്പച്ചൻ അന്ത്യകുദാശയൊക്കെ സ്വീകരിച്ച് തൻ്റെ സ്വർഗയാത്രയ്ക്ക് വേണ്ടി സ്വയം ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ജനുവരി മാസത്തിൽ മാസാദി വെള്ളിയാഴ്ച അപ്പച്ചൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷ ആരംഭം മുതൽ അവസാനം വരെ പങ്കെടുക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പച്ചന് ലങ്സ് ക്യാൻസർ 4th സ്റ്റേജിൽ കിടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അപ്പച്ചൻ ആ ശുശ്രൂഷ മുഴുവൻ ഇരുന്ന്, അമ്മച്ചിയോടൊപ്പം ഇരുന്ന് പങ്കെടുത്ത് തൻ്റെ മരണത്തിനു വേണ്ടി ഒരുങ്ങുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ മാസം TV-യിൽ നൈറ്റ് വിജിൽ ശുശ്രൂഷ അമ്മച്ചിയോടൊപ്പം ഇരുന്ന് അച്ഛന് പങ്കെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അമ്മച്ചി അപ്പച്ചൻ ഇത് പങ്കെടുത്ത കാര്യം പറഞ്ഞു. അങ്ങനെ നൈറ്റ് വിജിൽ ശുശ്രൂഷ അമ്മച്ചിയോടൊപ്പം പങ്കെടുത്ത് പിറ്റേ ദിവസമാണ് അച്ഛനെ ശാലോമിൽ നിന്ന് ശുശ്രൂഷയുടെ വചനം പങ്കുവയ്ക്കുന്നതിന്, ആരാധന നടത്തുന്നതിന് ക്ഷണിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ആമുഖത്തോടുകൂടെ ചെറിയൊരു വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന നാമമാണ് യേശു നാമം. നമുക്ക് ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ,
ഓരോരുത്തരുടെയും ശബ്ദം അടുത്തിരിക്കുന്ന 10 പേർക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു അഭിഷേകത്തോടെ വിളിക്കാം, ഈശോയേ. ഈശോയേ. ഓരോരുത്തരുടെയും ശബ്ദം അടുത്തിരിക്കുന്ന 50 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോയേ. 100 പേർക്ക് കേൾക്കാവുന്ന അഭിഷേകത്തോടെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. എന്താണ് വചനം? റോമ 10:13. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് വചനമെന്ന് ഏറ്റു പറയാം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈശോ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവർ, ഈ രക്ഷ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ആദിയും അന്ത്യവുമാണ്, ആരംഭവും അവസാനവുമാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് രക്ഷ എന്ന് പറയുന്ന ഈ വാക്ക്. ഈശോയെ എന്ന് പറയുന്ന നാമം എങ്ങനെയാണ് രൂപപ്പെട്ടത്, യേശു എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്നൊരു പഠനമുണ്ട്. യേശു, യഹോവ എന്ന് പറയുന്ന നാമത്തിൻ്റെ ആദ്യത്തെ അക്ഷരമായ യേ അല്ലെങ്കിൽ ജെ എന്ന്, അപ്പോൾ യഹോവയുടെ ആദ്യത്തെ ശബ്ദമായ യേയും, ഷുവ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക, ടു സേവ്, ടു റെസ്ക്യൂ എന്ന് പറയുന്ന എന്നർത്ഥമുള്ള ഷുവ എന്ന് പറയുന്ന വാക്കിൻ്റെ ഷു എന്ന് പറയുന്ന ആദ്യത്തെ ശബ്ദവും, അങ്ങനെ 2 ശബ്ദങ്ങൾ ചേർത്താണ് യേ ഷു എന്ന് പറയുന്ന ശബ്ദമുണ്ടായത്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ രക്ഷിക്കുക, കർത്താവ് എന്ന് പറയുന്ന യഹോവ, രക്ഷിക്കുക എന്ന് പറയുന്ന ഷുവ. അപ്പോൾ കർത്താവ് രക്ഷിക്കുന്നവനാണ് എന്നർത്ഥമാണ് യേശു എന്ന ആ പദത്തിന്, ആ നാമത്തിന് ഉള്ളത്. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ ഈശോയേ എന്ന് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയേ എന്ന ആ വിളിയിൽ തന്നെ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈശോയേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ കർത്താവ് രക്ഷിക്കുന്നവനാണ് എന്ന് പറയുക മാത്രമല്ല, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുകയാണ്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ഈശോയേ എന്നുള്ള ഉച്ചത്തിലുള്ള വിളി ഒരു നിലവിളിയാണ്. ഇങ്ങനെ നിലവിളിക്കുമ്പോൾ, ഈശോയേ എന്ന് വിളിക്കുമ്പോൾ 3 പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട 1-ാമത്തെ അനുഗ്രഹം ഇങ്ങനെയാണ്: ഈശോയെ എന്ന് ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ നമുക്ക് 300 ദിവസത്തെ ഇൻ്റലിജൻസസ്, അതായത് 300 ദിവസത്തെ ദണ്ഡവിമോചനം ലഭിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. ഇത് പഴയ കാനൻ നിയമം അനുസരിച്ച് ഇപ്രകാരം 300 ദിവസത്തെ ഇൻ്റലിജൻസസ് അല്ലെങ്കിൽ 100 ദിവസത്തെ ദണ്ഡവിമോചനം, സമ്പൂർണ്ണ ദണ്ഡവിമോചനം, ഇങ്ങനെയൊക്കെയുള്ള ദണ്ഡവിമോചനങ്ങളുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുമ്പോൾ 300 ദിവസത്തെ ദണ്ഡവിമോചനമെന്ന് പറഞ്ഞാൽ 300 ദിവസം പരിഹാരം ചെയ്തുകൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട പാപമോചനം സഭ നിർദ്ദേശിച്ചതനുസരിച്ച് 300 ദിവസം ഉപവസിച്ചുകൊണ്ടോ 300 ദിവസം ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രാശ്ചിത്ത പ്രവർത്തികൾ ചെയ്തുകൊണ്ടൊക്കെ നേടിയെടുക്കുന്ന ദണ്ഡവിമോചനം, നേടിയെടുക്കുന്ന പരിഹാരം, പ്രാശ്ചിത്തം ഒരു പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ചാൽ ലഭിക്കുമെന്ന് വിശുദ്ധർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അച്ഛനെ കാണാനായിട്ട് അച്ഛൻ്റെ ആശ്രമത്തിൽ വരുന്ന എല്ലാവരോടും അച്ഛൻ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുക.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരു ചെറിയൊരു പ്രാർത്ഥന കൂടെ ഉണ്ട്. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേഷിതരാക്കണമേ. ഈ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലിയിട്ട് 101 പ്രാവശ്യം ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയും. കാരണം ഒരു പ്രാവശ്യം തന്നെ ഈശോയേന്ന് വിളിക്കുമ്പോൾ നമുക്ക് 300 ദിവസത്തെ ഇൻ്റലിജൻസസ് ആണ്, ദണ്ഡവിമോചനമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അച്ഛൻ്റെ ആശ്രമത്തിൽ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ദിവസവും 1000 പ്രാവശ്യം ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ ദിവസവും രാത്രി 8:30 മണി മുതൽ 9 മണി വരെ അച്ഛൻ്റെ ആശ്രമത്തിൽ ധ്യാന കേന്ദ്രത്തിൽ ഒറ്റ പ്രാർത്ഥനയുള്ളൂ. ഈശോയേ, ഈശോയേ, ഈശോയേ എന്ന് വിളിച്ചുള്ള പ്രാർത്ഥന, 1000 പ്രാവശ്യം വിളിച്ചുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛനുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളിൽ കർത്താവ് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അടിസ്ഥാനവും ആരംഭവും അവസാനവും ഈ യേശുനാമമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ രണ്ടാമതായി യേശുനാമം വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള രണ്ടാമത്തെ അനുഗ്രഹം, ലോകത്ത് എല്ലായിടത്തുമുള്ള ദേവാലയങ്ങളിൽ സക്രാരിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ദിവ്യകാരുണ്യം ആരാധിക്കപ്പെടുന്നു. നമ്മളിപ്പോൾ വീട്ടിലിരുന്നായിരിക്കാം, അടുക്കളയിലിരുന്നായിരിക്കാം, ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, യാത്ര ചെയ്യുമ്പോൾ ആ വാഹനത്തിലിരുന്നായിരിക്കാം, ഈശോയേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിലെ വിവിധങ്ങളായ ദേവാലയങ്ങളിൽ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ ആരാധിക്കപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോയി ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരുന്ന് അവിടുത്തെ ആരാധിക്കാൻ സൗകര്യമില്ലാത്തപ്പോഴും നമുക്ക് ദിവ്യകാരുണ്യ ആരാധന നടത്താനുള്ള ഒരു മാധ്യമമാണ്, നമുക്ക് കർത്താവ് തന്നിട്ടുള്ളൊരു സാധ്യതയാണ് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. നമുക്കുറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ഈശോയേ എന്ന് വിളിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് അവരുടെ പാപമോചനം ലഭിക്കുകയും അവർ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക്, നിത്യതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. കൈയടിച്ച് നന്ദി പറയാം. അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രാർത്ഥന വഴി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചവർ നമുക്ക് വേണ്ടി അവിടെ ഇരുന്ന് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞാൽ പോരാ, യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാകണം. അപ്പോൾ അച്ഛൻ ഈ നിലവിളിച്ചുള്ള ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ തന്നെ, നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 100 പ്രാവശ്യം ഈശോയേന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ദിവസം ആരംഭിച്ച് നോക്ക്. നിങ്ങൾ ജനതകളുടെ ഇടയിൽ പറഞ്ഞ് കേട്ടാൽ വിശ്വസിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അപ്പോൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ ഒത്തിരിയേറെയുണ്ട്. ഈശോ തന്നെ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലരും ചോദിക്കാറുണ്ട്, നിശബ്ദമായി പ്രാർത്ഥിച്ചാൽ പോരെ? അച്ഛനോട് പലരും ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ എന്തിനാണ് ഇങ്ങനെ 1000 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുന്നത്? ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് എന്തിനു വേണ്ടിയാണ്? ഈശോ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക എന്നത്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. ഹെബ്രായർ 5:7. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു.
ഹല്ലേലൂയ. ഈശോ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? വചനം പറയുകയാണ്, കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ. മറ്റൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ആർത്തനാദത്തോടു കൂടെ, കൂകി വിളിച്ച്, കരഞ്ഞു വിളിച്ച് ഈശോ പ്രാർത്ഥിച്ചു. നമുക്ക് വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് വചനം ഒന്ന് ഏറ്റു പറയാം. മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. ഹല്ലേലൂയ. കണ്ണീരോടും വിലാപത്തോടും കൂടെ ഈശോ പ്രാർത്ഥിച്ചു, നിലവിളിച്ച് പ്രാർത്ഥിച്ചു. നമ്മോടും ഈശോ ആവശ്യപ്പെടുകയാണ്, എന്നെ അനുകരിക്കുക. നിങ്ങളും കണ്ണീരോടെ വിലാപത്തോടു കൂടെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർ നിലവിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഉദാഹരണമുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങൾ. ശിഷ്യന്മാരും ഈശോയും കടലിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം, അവരുടെ നൗകയെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ശക്തമായ കാറ്റാഞ്ഞു വീശി കടൽ പ്രക്ഷുബ്ധമായി. ശിഷ്യന്മാർ എന്താണ് ചെയ്യുന്നത്? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു. തുടർന്നൊരു നിലവിളിയാണ് പ്രിയപ്പെട്ടവരെ, കർത്താവേ രക്ഷിക്കണമേ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, കർത്താവേ രക്ഷിക്കണമേ. കർത്താവേ രക്ഷിക്കണമേ. നമ്മുടെ ജീവിത സാഗരത്തിൽ, നമ്മുടെ ജീവിത നൗക കിടന്നിങ്ങനെ ഉലയുമ്പോൾ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ, കർത്താവേ ഈശോയെ രക്ഷിക്കണമേ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ശിഷ്യന്മാർ മാത്രമല്ല, രോഗികൾ ഈശോയുടെ അടുക്കൽ വന്നിട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. നമുക്ക് സുപരിചിതമായൊരു പ്രാർത്ഥനയാണ് ബർത്തമിയൂസിൻ്റെ നിലവിളി. ബർത്തമിയൂസ് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ഈശോയേ, എൻ്റെ മേൽ കരുണയുണ്ടായിരിക്കണമേ. അവൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ഈശോയേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എത്ര പ്രാവശ്യം അവൻ വിളിച്ചു എന്ന് എഴുതിയിട്ടില്ല. അവനെ ഈശോ വിളിക്കുന്നത് വരെ അവൻ ഈശോയെ വിളിച്ചുകൊണ്ടേയിരുന്നു. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ബർത്തമിയൂസ് എത്ര പ്രാവശ്യം ഈശോയെ വിളിച്ചു നമുക്കറിയില്ല. നമുക്കറിയാവുന്നത് ഒരു കാര്യമാണ്, ഈശോ അവനെ വിളിക്കുന്നത് വരെ, ഈശോ അവനെ കേട്ട് അവന് വേണ്ടി നിൽക്കുന്നത് വരെ അവൻ വിളിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 27-ാമത്തെ തിരുവചനം. മത്തായിയുടെ സുവിശേഷം 9:27 രണ്ടന്ധന്മാരെ കുറിച്ചുള്ള വിവരണമാണ്. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ടന്ധന്മാർ, ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ഇവർ കരഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ മൈൻഡ് ചെയ്യുന്നില്ല. ഈശോ അവരെ മൈൻഡ് ചെയ്തത് ഈശോ വീട്ടിലെത്തിയപ്പോഴാണ്. ഈശോ വീട്ടിലെത്തുന്നത് വരെ അവൻ്റെ പിറകെ നടന്ന് ഈ അന്ധന്മാർ, ദാവീദിൻ്റെ പുത്ര ഈശോയെ ഞങ്ങളിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 12-ഉം 13-ഉം തിരുവചനങ്ങൾ 10 കുഷ്ഠരോഗികളുടെ കഥയാണ്. നന്ദി പ്രകാശിപ്പിക്കാൻ മറന്നുപോയ 9 പേരും നന്ദി പറഞ്ഞ വിജാതീയനായ ആ ഒരു കുഷ്ഠരോഗിയും അടക്കമുള്ള 10 കുഷ്ഠരോഗികളുടെ ആ ഗ്രൂപ്പ് അവൻ്റെ അടുത്ത് വന്നു. 10 കുഷ്ഠരോഗികൾ അവനെ കണ്ട് അവർ സ്വരമുയർത്തി, യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. നമുക്ക് പലതരം ഉയർത്തിക്കൊണ്ട് പറയാം,
അവനെ കണ്ട് അവർ സ്വരമുയർത്തി യേശുവേ യേശുവേ ഗുരുവേ ഗുരുവേ ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനകളുടെ എല്ലാം റിസൾട്ട് എന്തായിരുന്നു എന്ന് നമുക്കറിയാവുന്നവരാണ്. അതുകൊണ്ടാണ് അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് അച്ഛൻ പറയാത്തത്. കടലിൽ ശിഷ്യർ ഈശോയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഈശോ ഉണരുകയും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയും ചെയ്തു. കുഷ്ഠരോഗികൾ വിളിച്ചപ്പോൾ ഈശോ അവർക്ക് സൗഖ്യം കൊടുത്തു. അന്ധർ വിളിച്ചപ്പോൾ ഈശോ അവർക്ക് കാഴ്ച കൊടുത്തു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ വിളിച്ചപേക്ഷിക്കുന്നവർക്കുണ്ടാകേണ്ട ചില ബോധ്യങ്ങൾ, നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നവരാണ്. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പറയും, പ്രാർത്ഥനയുടെ ഗുരുനാഥയായ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പറയുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് 2 ബോധ്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന ബോധ്യമുണ്ടാകണം. 2, പ്രാർത്ഥിക്കുന്ന നമ്മൾ ആരാണ് എന്ന ബോധ്യമുണ്ടാകണം. നമ്മൾ ഈശോയെ എന്ന് വിളിച്ചാൽ മാത്രം പോരാ, നമ്മൾ ആരെയാണ് വിളിക്കുന്നത്, അവൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് ഹൃദയത്തിൽ ആഴമായ അവബോധമുണ്ടെങ്കിലേ നമ്മൾ സ്വരത്തിൽ വിളിക്കുമ്പോൾ അതിനുത്തരം ലഭിക്കുകയുള്ളൂ, പ്രാർത്ഥന പൂർണ്ണത പ്രാപിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവമാരാണെന്ന ബോധ്യത്തിൻ്റെ ചില 8 ചിന്തകൾ മാത്രം അച്ഛനിപ്പോൾ പങ്കുവെക്കാം. ദൈവമാരാണെന്ന് മുഴുവൻ പറഞ്ഞു തീർക്കാൻ ആർക്കാണ് പറ്റുന്നത്? എത്ര സമയമുണ്ടെങ്കിലാണ് അത് സാധിക്കുന്നത്? അപ്പോൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ പ്രത്യേകമായിട്ടുണ്ടാകേണ്ട ഒരു 8 മനോഭാവങ്ങൾ, ദൈവത്തെക്കുറിച്ചുണ്ടാകുന്ന ഒരു 8 ചിന്തകൾ. പ്രിയപ്പെട്ടവർ, ഒന്നാമതായി നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് നമ്മുടെ കണ്ണുനീരിനെ വിലമതിക്കുന്ന ദൈവത്തെയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മൾ ആരുടെ മുൻപിലാണ് കരയാറുള്ളത്? നമ്മുടെ കണ്ണുനീരിന് വിലയുള്ളവരുടെ മുൻപിലാണ് നമ്മൾ കരയാറുള്ളത്. നമ്മൾ കരയുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ കരയാൻ നിൽക്കില്ല. കരയാൻ നിൽക്കോ? ഇല്ല. നമ്മൾ കരയുന്നത് കാണുമ്പോൾ നമ്മെ കളിയാക്കുന്നവരുടെ മുൻപിൽ നമ്മൾ കരയാൻ നിൽക്കോ? കരയാൻ നിൽക്കില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അച്ഛൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ വിചാരിച്ചിട്ടുണ്ട്, സ്കൂളിൽ ടീച്ചറിൻ്റെ അടി കിട്ടിയപ്പോൾ ഒരിക്കലും കരഞ്ഞിട്ടില്ല. നല്ല വേദനയുള്ള അടിയാണ്, നമ്മൾ കരഞ്ഞിട്ടില്ല. പക്ഷെ വീട്ടിൽ അമ്മച്ചി ഒരു ഈർക്കലെടുത്തടിക്കുമ്പോൾ എന്തൊരു കരച്ചിലാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അമ്മച്ചിയുടെ ഈർക്കലി വെച്ചുള്ള അടിക്ക് കൂടുതൽ വേദനയുള്ളതുകൊണ്ടാണോ? അല്ല, ഇവിടെ കരഞ്ഞിട്ട് കാര്യമുണ്ട്, എന്തെങ്കിലും ഗുണമുണ്ട്. അവിടെ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കാൻ നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പുണ്ടാകണം, നമ്മുടെ കണ്ണുനീരിനെ വിലമതിക്കുന്നവന്റെ മുൻപിലാണ് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് 56-ാം സങ്കീർത്തനം 8-ാമത്തെ തിരുവചനം നമ്മളോട് പറയുന്നത്. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണീർ കണങ്ങൾ കർത്താവ് തൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന്. ഏത് കുപ്പി? നമ്മുടെ കണ്ണീർ കണങ്ങൾ ശേഖരിച്ച് വെക്കപ്പെട്ടിട്ടുള്ള കുപ്പി ഏതാണ്? ആ കുപ്പിയുടെ പേര് ഈശോയുടെ ഹൃദയമെന്നാണ്. ഈശോയുടെ ഹൃദയമാകുന്ന കുപ്പിയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണീർ കണങ്ങൾ ശേഖരിച്ച് വയ്ക്കപ്പെട്ടിട്ടുള്ളത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുപോലെ നമ്മൾ ഉലയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അലയുമ്പോൾ എന്തിനാണ് അവൻ നമ്മുടെ അലച്ചിലുകൾ എണ്ണിയിട്ടുള്ളത്? നമ്മൾ അലഞ്ഞപ്പോൾ ഉലഞ്ഞത് അവൻ്റെ ചങ്കാണെന്ന്.
നമ്മൾ അലഞ്ഞപ്പോ നമ്മോടുകൂടെ അവന് മലയുകയായിരുന്നു. നമ്മുടെ അലച്ചിലുകളും നമ്മുടെ കണ്ണീർ കണങ്ങളും അവൻ്റെ ഗ്രന്ഥത്തിലുണ്ടെന്ന് ഉറപ്പോടുകൂടെ വേണം അവൻ്റെ മുമ്പിൽ നിന്ന് കരയാൻ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ ഈശോയേ. രണ്ടാമതായി, നമ്മൾ കരയുന്നത് നമ്മുടെ പക്ഷത്ത് നമ്മോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ മുമ്പിലാണ്. നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ മുമ്പിൽ നിന്നിട്ടല്ല നമ്മൾ കരയുന്നത്. നമ്മളെ കൊല്ലാൻ നോക്കുന്നവരുടെ, നമ്മളെ തകർക്കാൻ നോക്കുന്നവരുടെ, അങ്ങനെ ഉണ്ടല്ലോ ഓപ്പോസിറ്റ് പാർട്ടി ഇല്ലേ? ഓപ്പോസിറ്റ് പാർട്ടിയുടെ മുമ്പിൽ നിന്നിട്ടല്ല നമ്മൾ കരയുന്നത്. ഓപ്പോസിറ്റ് പാർട്ടിക്കാർക്ക് നമ്മൾ കരയുമ്പോൾ അതിൽ സങ്കടമായിരിക്കോ സന്തോഷമായിരിക്കോ? സന്തോഷമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, എൻ്റെ കണ്ണീർ കണങ്ങൾ, എൻ്റെ അലച്ചിലുകൾ, എൻ്റെ വേദനകൾ, എൻ്റെ നിലവിളികൾ ഞാൻ ഉയർത്തുന്നത് എൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ്. സങ്കീർത്തനം 56:9, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും, ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിനക്കുറപ്പുണ്ടോ ദൈവം നിന്റെ പക്ഷത്തുണ്ടെന്ന്? പൗലോസ് പറഞ്ഞു, കർത്താവ് എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? കർത്താവിൻ്റെ മുമ്പിൽ കരയാൻ നിൽക്കുമ്പോൾ, നിലവിളിക്കാൻ നിൽക്കുമ്പോൾ, ഈശോയെ എന്ന് വിളിക്കാൻ നിൽക്കുമ്പോൾ നിനക്ക് ഈ ഉറപ്പുണ്ടാകണം, ദൈവം നിന്റെ പക്ഷത്തുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർ പറഞ്ഞച്ഛൻ കേട്ടിട്ടുണ്ട്, കർത്താവിനൊന്നും നമ്മൾ വേണ്ട, നമ്മളിപ്പോൾ കർത്താവിനൊന്നും വേണ്ട, കർത്താവിന് നമ്മെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കാൻ വരുന്നത്. കർത്താവിന് എന്താ ഇപ്പം വേണ്ടാണ്ടായത്? ഞാൻ എത്ര പരീക്ഷ എഴുതിയിട്ടും ജയിക്കുന്നില്ല, അതുകൊണ്ട് പറയാണ് കർത്താവിന് എന്നെ വേണ്ട. എൻ്റെ മകളുടെ കല്യാണം എത്ര അന്വേഷിച്ചിട്ട് നടക്കുന്നില്ല, അതുകൊണ്ട് പറയാണ് കർത്താവിന് നമ്മളെ വേണ്ട. എൻ്റെ കടബാധ്യത എന്ത് ചെയ്തിട്ടും മാറുന്നില്ല, അതുകൊണ്ട് പറയാണ് കർത്താവിന് വേണ്ട. എൻ്റെ വീട്ടിൽ നിന്ന് ദുരിതം എത്ര പരിശ്രമിച്ചിട്ടും മാറുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല, അതുകൊണ്ട് പറയുകയാണ് കർത്താവിന് എന്നെ വേണ്ട. കർത്താവ് നമ്മുടെ പക്ഷത്തല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിച്ച ചില കാര്യങ്ങളുടെ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കണം, കർത്താവ് നമ്മുടെ പക്ഷത്താണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. മൂന്നാമതായി, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മെ കാണുന്നവനായ ദൈവത്തിൻ്റെ മുമ്പിലാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മെ കാണാത്തൊരു കർത്താവിൻ്റെ മുമ്പിലല്ല, നമ്മെ ആടിമുടി കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ബാഹ്യരൂപം മാത്രമല്ല നമ്മുടെ അന്തരംഗം കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ്റെ മുമ്പിൽ നിന്നിട്ടാണ്, നമ്മുടെ ഓരോ ചലനവും അറിയുന്നവൻ്റെ മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്. നമ്മുടെ മിഴി അടയുന്നതും മിഴി തുറക്കുന്നതും അറിയുന്നവൻ്റെ, കാണുന്നവൻ്റെ, ഈശോ പറഞ്ഞതുപോലെ ഒരു മുടിയിഴ കൊഴിയുന്നത് പോലും അറിയുന്നവൻ്റെ മുമ്പിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്. കാരണം കർത്താവിൻ്റെ കണ്ണുകൾ നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കുന്ന കണ്ണുകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് ശ്ലീഹ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, 1 പത്രോസ് 3:12. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. നമ്മുടെ നേരെ തുറന്നു വെച്ചിരിക്കുന്ന
കണ്ണുകളുള്ളവനാണ് ദിവ്യകാരുണ്യത്തിലെ ഈശോ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോയേ, നമ്മുടെ നേരെ തുറന്നു വെച്ച കണ്ണുകളുള്ളവനാണ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോ. ഈശോയേ. ഈശോയേ, നമ്മുടെ നേരെ തുറന്നു വെച്ച കണ്ണുകളുള്ളവനാണ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന ഈശോ. ഈശോയേ. ഈശോയേ. നാലാമതായി, നമ്മെ കേൾക്കുന്നവനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിലവിളിക്കുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരോടാണ് നിലവിളിക്കുന്നത്, അവൻ്റെ സ്വഭാവം എന്താണെന്നുള്ളൊരു ബോധ്യമുണ്ടാകണമെന്ന് നമ്മൾ പറഞ്ഞു. കണ്ണീരിനെ മതിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ, നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ, നമ്മെ കാണുന്നവനായ ദൈവത്തിൻ്റെ മുമ്പിൽ, നാലാമതായി നമ്മെ കേൾക്കുന്നവനായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ഉച്ചത്തിൽ വിളിക്കുന്നത് അവന് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അവന് കേൾക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമ്മൾ അവനെ ഉച്ചത്തിൽ വിളിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില ആളുകൾ ചോദിക്കും, ഇത്ര ഉച്ചത്തിൽ പ്രാർത്ഥിക്കണോ? കർത്താവിന് ചെവി കെട്ടൂടെ? കേൾക്കാൻ അവന് കാതുള്ളത് കൊണ്ട് തന്നെയാണ് സ്നേഹത്തോടെ ഒരു കൊച്ച് അമ്മയെ ഉച്ചത്തിൽ അമ്മേ എന്ന് വിളിക്കുന്നത് പോലെ, അപ്പനെ അപ്പ എന്ന് വിളിക്കുന്നത് പോലെ നമ്മൾ കേൾക്കാൻ കഴിയുന്നവനെ ഉച്ചത്തിൽ വിളിക്കുകയാണ്. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. ഈശോയേ. വചനം പറയുന്നു, സങ്കീർത്തനം 139 സങ്കീർത്തനം 4 തിരുവചനം, ഒരു വാക്കെൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവേ അത് അവിടെ നിന്നറിയുന്നു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ അത് അവിടെ നിന്നറിയുന്നു. പ്രിയപ്പെട്ടവരെ, അഞ്ചാമതായി നമ്മൾ നിലവിളിക്കുന്നത് നമ്മെക്കുറിച്ച് പദ്ധതിയുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ്. നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് സംശയിച്ച് നിൽക്കുന്ന, ഇവന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനാണെന്ന്, ഇവൾക്ക് വേണ്ടി ഞാൻ എന്തു കൊടുക്കാനാണെന്ന് സംശയിച്ച് നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലല്ല നമ്മൾ നിലവിളിക്കുന്നത്. നമ്മൾ നിലവിളിക്കുന്നത് നമ്മെക്കുറിച്ച്, നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി, നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി, നമുക്ക് ശുഭകരമായ ഭാവി ഉണ്ടാകുന്നതിന് വേണ്ടി, നമുക്ക് പ്രത്യാശ നിറഞ്ഞൊരു ജീവിതമുണ്ടാകുന്നതിന് വേണ്ടി അനന്തത കാലം മുതൽ, ആദ്യം മുതൽ പദ്ധതി ഒരുക്കിയിട്ടുള്ളവൻ്റെ മുമ്പിലാണ്. യെരമ്യായുടെ പുസ്തകം 29:11 നമുക്ക് സുപരിചിതമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്, കരമുയർത്തി പ്രാർത്ഥിക്കുന്നത്, സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നത് നമുക്ക് നന്മയുണ്ടാകണമെന്ന്. ശ്രദ്ധിക്കണേ, നമുക്ക് നന്മയുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ആഗ്രഹിക്കുന്നവൻ്റെ മുൻപിലാണ് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്. കൈയടിച്ച് നന്ദി പറയാം, അവനെ മഹത്വപ്പെടുത്താം. അച്ഛൻ ആവർത്തിച്ച് പറയുകയാണ്, നമുക്ക് നന്മയുണ്ടാകണമെന്ന് ഈ ഭൂമിയിൽ മറ്റാരും ആഗ്രഹിക്കുന്നതിനേക്കാൾ നമുക്ക് വളർച്ചയുണ്ടാകണമെന്ന്, നമുക്ക് ഉയർച്ചയുണ്ടാകണമെന്ന്, നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെന്ന്, നമുക്ക് ഐശ്വര്യം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോയേ. നമുക്ക് സൗഖ്യമുണ്ടാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ? ആരാണ്? ഈശോയാണ്.
നമ്മളൊരു പരീക്ഷ എഴുതുമ്പോൾ അതിൽ ഉന്നതമായ വിജയം, അഭിമാനാർഹമായ വിജയം നമ്മൾ കൈവരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരാണ്? ഈശോയാണ്. നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരാണ്? നമ്മുടെ കുടുംബ ജീവിതം സ്വർഗതുല്യമാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരാണ്? നമുക്ക് സാമ്പത്തികമായ മെച്ചപ്പാടുണ്ടാകണമെന്ന്, നമുക്ക് നല്ല ജോലി ലഭിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരാണ്? ഈശോയാണ്. അതിലൊരു സംശയവും വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരുടെയും ശബ്ദം അടുത്തിരിക്കുന്ന 100 പേർക്ക് കേൾക്കാവുന്ന വിധത്തിൽ ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ, ഈശോയേ. ആറാമതായി, എൻ്റെ ദൈവം എൻ്റെ വിജയത്തിൽ ആനന്ദിക്കുന്ന ദൈവമാണ്. എനിക്ക് നന്മയുണ്ടാകാൻ അവന് പദ്ധതിയുണ്ടെന്ന് മാത്രമല്ല, അവൻ്റെ പദ്ധതി പൂർത്തിയാകുമ്പോൾ, എനിക്ക് വിജയമുണ്ടാകുമ്പോൾ, എനിക്ക് ഐശ്വര്യമുണ്ടാകുമ്പോൾ, എനിക്ക് വളർച്ചയുണ്ടാകുമ്പോൾ, എനിക്ക് ഉയർച്ചയുണ്ടാകുമ്പോൾ അതിലേറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനല്ല, എൻ്റെ അപ്പനും എൻ്റെ അമ്മയുമല്ല, എൻ്റെ ജീവിത പങ്കാളിയല്ല. എൻ്റെ വളർച്ചയിൽ, എൻ്റെ രക്ഷയിൽ, എൻ്റെ ഉയർച്ചയിൽ ഏറ്റവും അധികം ആനന്ദിക്കുന്നത് എൻ്റെ ദൈവമാണ്. സെഫനിയായുടെ പുസ്തകം 3-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. സെഫനിയ 3:17-18. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. വലതുകരം ഒരു വീശിക്കൊണ്ടെന്ന് പറഞ്ഞ എന്നെക്കുറിച്ച് എൻ്റെ ദൈവം അതിയായി ആഹ്ലാദിക്കും. തന്റെ സ്നേഹത്തിൽ അവിടുന്ന് എന്നെ പുനർപ്രതിഷ്ഠിക്കും. ഉത്സവദിനത്തിൽ എന്നതുപോലെ അവിടുന്ന് എന്നെക്കുറിച്ച് ആനന്ദഗീതമുതിർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് എൻ്റെ ദൈവം ഒരു പാട്ട് പാടുമെന്ന്, ദൈവം പാട്ടെഴുതുമെന്ന്. ആരെക്കുറിച്ച്? എന്നെക്കുറിച്ച്. നമ്മൾ ദൈവത്തെക്കുറിച്ച് എഴുതുന്നത് പാട്ടല്ല, ദൈവം നമ്മെക്കുറിച്ച് പാട്ടെഴുതും. ഹല്ലേലൂയ. എന്നെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്സവദിനത്തിൽ എന്നതുപോലെ അവിടുന്ന് നിന്നെക്കുറിച്ച്, about you he will write a song. എന്തുകൊണ്ടാണ്? അവന് നമ്മെക്കുറിച്ച് അത്രമാത്രം ആനന്ദമാണ്. നമ്മുടെ വിജയത്തിൽ ദൈവം ആനന്ദിക്കുന്നു. ഏഴാമതായി, നമ്മൾ നിലവിളിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മോട് സഹതാപമുള്ളവനായ ദൈവത്തിൻ്റെ മുമ്പിലാണ്. അവിടത്തേക്ക് നമ്മോട് സഹതാപമുണ്ട്. നമ്മുടെ ബലഹീനമായ അവസ്ഥയെക്കുറിച്ച് അവിടത്തേക്ക് ബോധ്യമുണ്ട്. നമ്മൾ നന്മ ചെയ്യാൻ പരിശ്രമിച്ചിട്ടും നന്മ ചെയ്യാൻ പറ്റാത്തവരാണെന്ന്, പാപം ഉപേക്ഷിക്കാൻ പരിശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും പല പ്രാവശ്യം അതേ പാപത്തിൽ വീണുപോകുന്നവരാണെന്ന്, പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിട്ടും ഏകാഗ്രതയോടെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ പറ്റാത്തവരാണെന്ന്, സമാധാനത്തിൽ ജീവിക്കാൻ, സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ ആഗ്രഹിച്ചിട്ടും വീണ്ടും വീണ്ടും പല ആവർത്തി അതിൽ പരാജയപ്പെടുന്നവരാണെന്ന് നമ്മുടെ ബലഹീനതയെക്കുറിച്ച് ബോധ്യമുള്ളവനാണവൻ. ഹെബ്രായ ലേഖനം എഴുതുകയാണ്, 4-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കുന്ന പ്രധാന പുരോഹിതനാണ് ഈശോ. ഞാൻ കരയുമ്പോ എന്നോടുകൂടെ കരയാൻ എൻ്റെ ഈശോയുണ്ട്. ഞാൻ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പരിശ്രമിക്കുമ്പോൾ എന്നോടുകൂടെ എഴുന്നേൽക്കാൻ എൻ്റെ ഈശോയുണ്ട്. കാരണം അവൻ കുരിശുമായി വീണവനാണ്. എന്തുകൊണ്ടാണ് ഈശോ കുരിശിൻ്റെ വഴിയിൽ കുരിശുമായി വീണത്? ആരാണ് വീഴുന്നത്? ബലഹീനരാണ് വീഴുന്നത്, വഹിക്കാൻ കഴിവില്ലാത്തവരാണ് വീഴുന്നത്. ഈശോ നമ്മെപ്പോലെ
വഹിക്കാൻ കഴിവില്ലാത്തവനായി മാറിയവനാണ്. അതുകൊണ്ടാണ് അവൻ വീണത്. അതുകൊണ്ട് വീണവൻ്റെ വേദന അറിയാവുന്നവനാണ് ഈശോ. വീണവളുടെ വേദന അറിയാവുന്നവനാണ് ഈശോ. അപ്പോൾ നമ്മോടൊത്ത് സഹതപിക്കുന്നവനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നിലവിളിക്കുന്നത്. എട്ടാമതായി നമ്മൾ നിലവിളിക്കുന്നത് നമ്മുടെ ഏത് നിലവിളിക്കും ഏത് പ്രാർത്ഥനയ്ക്കും ഉത്തരം തരാൻ ശക്തിയുള്ളവന്റെ മുൻപിലാണ്, അധികാരമുള്ളവനാണ് നമ്മുടെ ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോ പിറകിൽ സൈന്യം, മുൻപിൽ ചെങ്കടൽ. ഈ കടൽ വിഭജിക്കാൻ കഴിയുന്നവന്റെ മുമ്പിൽ നിന്നിട്ടാണ് അവർ പ്രാർത്ഥിച്ചത്. ഈ കടൽ വിഭജിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കടൽ വിഭജിക്കാൻ കഴിവുള്ളവന്റെ മുമ്പിൽ നിന്നിട്ടാണ്. മരുഭൂമിയിൽ ഭക്ഷണമൊക്കെ തീർന്നപ്പോൾ, ഒരു ഭക്ഷണത്തിന് ഒരു വകയും ഇല്ലാതിരിക്കുമ്പോൾ അവര് പ്രാർത്ഥിക്കുന്നത് ഈ മരുഭൂമിയിൽ മന്ന പൊഴിച്ചു തരാൻ കഴിവുള്ളവന്റെ മുമ്പിൽ നിന്നിട്ടാണ്. മരുഭൂമിയിൽ വെള്ളമില്ലാതിരിക്കുമ്പോൾ അവർ വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുന്നത് പാറ പിളർന്ന് വെള്ളം തരാൻ കഴിവുള്ളവന്റെ മുമ്പിൽ നിന്നിട്ടാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ വീഞ്ഞ് തീർന്നു പോയപ്പോ അവൾ ചെന്ന് നിലവിളിച്ചത് വെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിവുള്ളവന്റെ മുമ്പിൽ നിന്നിട്ടാണ്. അവൾക്കറിയാം ഈ വെള്ളത്തെ വീഞ്ഞാക്കാൻ ഇവൻ അധികാരമുണ്ടെന്നറിയാം. നമ്മൾ നിലവിളിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതെല്ലാം തീർന്നു, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. കയ്യിലുള്ള 5 അപ്പവും 2 മീനും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിള്ളേരുടെ ഫീസ് അടക്കാൻ പറ്റില്ല, ലോൺ അടക്കാൻ പറ്റില്ല, വീടിന് ലോൺ എടുത്തത് തിരിച്ചടക്കാൻ പറ്റില്ല, ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. ഇന്ന് അച്ഛൻ്റെ മുറിയിൽ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, ഏത് നോട്ടീസ്? ജപ്തി നോട്ടീസ്. കയ്യിലുള്ളത് ഒന്നിനും തികയില്ലാത്ത സമയത്ത് നീ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്ക്. നിന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് നീ പ്രാർത്ഥിക്ക്. അതുകൊണ്ട് അവൻ 5000 പോറ്റാൻ അവന് കഴിയും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ളവൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് നീ പ്രാർത്ഥിക്കുന്നത്. നിന്റെ എത്ര വർഷം പഴക്കമുള്ള രോഗവുമായിക്കൊള്ളട്ടെ, 38 വർഷം പഴക്കമുള്ള രോഗമായിക്കൊള്ളട്ടെ, ആ സമയത്തിൻ്റെ, ആ കാലത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ്റെ മുമ്പിൽ നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഉത്തരം തരും. എല്ലാവരും ഇനി ഇത് നടക്കില്ല, ഇനി ഇത് ഒരു കാരണവശാലും നടക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കാം. നീ കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാം സാധ്യമായവൻ്റെ മുമ്പിൽ നിന്നിട്ടാണ്. നിങ്ങൾക്കിനി ഒരിക്കലും സൗഖ്യം കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു രോഗത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ആശുപത്രിയിലായിരിക്കാം, ഭവനത്തിൽ മരണം പ്രതീക്ഷിച്ച് കിടക്കുകയായിരിക്കാം, തളർന്നു കിടക്കുന്ന അവസ്ഥയായിരിക്കാം, എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒരു ജീവിതമില്ല എന്ന് എഴുതി തള്ളിയ ജീവിതമായിരിക്കാം കുഞ്ഞെ ഒരുപക്ഷെ നിന്റെ ജീവിതം. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അച്ഛൻ ഒത്തിരിയേറെ സൗഖ്യങ്ങൾ, മനുഷ്യന് അസാധ്യമായത്. ഡോക്ടർമാർ ഇനി നിങ്ങൾക്ക് മരണം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ ഇടത്തുനിന്ന് ജീവനിലേക്ക് തിരിച്ചു വന്ന ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ അച്ഛൻ്റെ മനസ്സിലുണ്ട്. ഒരു സഹോദരൻ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. ഡോക്ടർമാർ പറഞ്ഞു, നമുക്ക് ഇനി വെന്റിലേറ്ററിൽ വെക്കണ്ട, വെന്റിലേറ്റർ മാറ്റാമെന്ന് പറഞ്ഞു. കാരണം ഇനി വെന്റിലേറ്ററിൽ വെച്ച് നിങ്ങളുടെ സമയവും പണവും നഷ്ടപ്പെടുത്തണ്ട എന്ന് ആശുപത്രിക്കാർ പറയുകയാണ്. അപ്പോൾ ഈ സഹോദരൻ്റെ മകൻ പറഞ്ഞു, ഞങ്ങൾ പോയി ഒന്ന് പള്ളിയിൽ പോയി അച്ഛനോടൊന്ന് ചോദിക്കട്ടെ, വെന്റിലേറ്റർ മാറ്റണോ വേണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, സംഭവം നടക്കുന്നത് ഒരു ബുധനാഴ്ചയാണ്. ഇവർ വന്നു, മുറിയിൽ വന്നു, അച്ഛനോട് ചോദിച്ചു, അച്ഛ വെന്റിലേറ്റർ മാറ്റിക്കോളാൻ ഡോക്ടർ പറയുന്നുണ്ട്, അച്ഛൻ്റെ തീരുമാനം പറയണം. അച്ഛൻ പറഞ്ഞു, അച്ഛന് തീരുമാനമൊന്നുമില്ല, പ്രാർത്ഥിച്ചിട്ടൊരു മെസ്സേജ് പറയാം. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നാളത്തെ ശുശ്രൂഷ, വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയുണ്ട് അച്ഛന് ആവിലാസദനിൽ. അനേകായിരം മക്കൾ പങ്കെടുക്കുന്ന ശുശ്രൂഷയാണ്.
അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച നമുക്ക് തീരുമാനമെടുക്കാമെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, സംഭവം നടന്നിട്ട് 2 വർഷത്തോളമായി. വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയിൽ അനേകായിരം മക്കൾ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ച ഈ സഹോദരൻ്റെ വെന്റിലേറ്റർ മാറ്റി പുറത്തേക്ക് കൊണ്ടുവന്നത് ബോഡിയല്ല, ജീവനുള്ള ആളെയാണ് മുറിയിലേക്കാണ് മാറ്റിയത്. കൈയടിച്ച് മോർച്ചറിയിലേക്കല്ല മാറ്റിയത്. വെന്റിലേറ്റർ എടുത്ത് മാറ്റിയിട്ട് കൊണ്ടുപോയത് മോർച്ചറിയിലേക്കല്ല, മുറിയിലേക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിലും അച്ഛൻ ആ സഹോദരനെ കണ്ടു. അച്ഛൻ്റെ കൂടെ ആ സഹോദരൻ ഇന്ന് പ്രഭാതത്തിൽ കൊന്ത ചൊല്ലിയതാണ്. മനുഷ്യന് അസാധ്യമായത്, അതായത് എല്ലാവരും തീർന്നെന്ന് പറഞ്ഞെടുത്ത് നിന്ന് തുടങ്ങാൻ കഴിയുന്നവൻ മനുഷ്യൻ്റെ തീർന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ദൈവം തുടങ്ങിയിട്ടേയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം? പലർക്കും നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കരമുയർത്താൻ പറ്റുന്നില്ല, മുട്ടുകുത്താൻ പറ്റുന്നില്ല, സ്വരമുയർത്താൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിലവിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് എളിമ വേണം. നമ്മൾ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ നിന്ന് ആ ശബ്ദം പുറത്തേക്ക് വരണമെങ്കിൽ എളിമ വേണം. ഞാനൊന്നുമല്ലാത്തവനാണ്, ദാനമായി ലഭിച്ചതല്ലാതെ എനിക്കൊന്നുമില്ല, കർത്താവിൻ്റെ മുൻപിൽ ഉയർത്താനുള്ളതാണ് എൻ്റെ സ്വരമെന്ന്, അവിടുത്തെ മുൻപിൽ മടക്കാനുള്ളതാണ് എൻ്റെ മുട്ടെന്ന്, അവിടുത്തെ മുൻപിൽ ഉയർത്താനുള്ളതാണ് എൻ്റെ കരങ്ങളെന്ന എളിമയുടെ ബോധ്യമുണ്ടെങ്കിലേ നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ ചുങ്കക്കാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചുങ്കക്കാരനും ഫരീസയനും കൂടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവൻ പിറകിൽ നിന്ന്, ചുങ്കക്കാരൻ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. 15 വർഷമായി മക്കളില്ലാത്ത ഒരു കുടുംബം, ദമ്പതികൾ വന്നു. ഇവർ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് മുഖത്തോട് മുഖം നോക്കി തോളത്ത് കൈവച്ചിട്ട് 100 പ്രാവശ്യം ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ കിടക്കാൻ പോകാൻ പറഞ്ഞു. 150 ദിവസം ചെയ്യാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2-3 ആഴ്ച മുമ്പ് അവർ ആവിലയിൽ കുഞ്ഞിനെയുമായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവർ പ്രാർത്ഥിച്ച് തുടങ്ങി ഏകദേശം ഒരു 120 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവൾ പ്രഗ്നൻ്റായി കുഞ്ഞിനെയുമായിട്ട് വന്നിരിക്കുകയാണ് സാക്ഷ്യം പറയാൻ. കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. നമുക്ക് അങ്ങനെ എത്രയോ പേരോട് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ തിരിച്ചു വരുമ്പോൾ അച്ഛൻ ചോദിക്കും, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവർ പറയും 3-4 ദിവസമൊക്കെ പ്രാർത്ഥിച്ചു, പിന്നെ മടുത്തു. IVF ചെയ്ത് മടുത്തിട്ടില്ല, മരുന്ന് കഴിച്ച് മടുത്തിട്ടില്ല, പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് മടുത്തിട്ടില്ല. 3 ദിവസം ഈശോയേന്ന് വിളിച്ചപ്പോഴേക്കും മടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ഈശോയേന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല. അതിന് ഹൃദയത്തിൽ എളിമ വേണം. രണ്ടാമതായി, നമ്മൾ ഉപാധികളില്ലാതെ സമർപ്പിക്കണം. അൺകണ്ടീഷണൽ സറണ്ടറിങ് എന്നാണ് അതിനെ പറയുന്നത്. കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ അങ്ങോട്ട് വിട്ടുകൊടുക്കണം. കർത്താവ് നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ്. അച്ഛൻ ഓർക്കുകയാണ്, ഒരു സഹോദരൻ കാലിൽ ക്യാൻസറായിട്ട് അതിൻ്റെ 4th സ്റ്റേജ് ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ടുമായിട്ട് കാണാൻ വന്നു. അടുത്ത ദിവസം അവർക്ക് പെറ്റ് സ്കാൻ എടുക്കാൻ വേണ്ടി പോകേണ്ടതാണ്. അച്ഛൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ പെറ്റ് സ്കാൻ എടുക്കാനുള്ളത് ക്യാൻസൽ ചെയ്യും, എന്നിട്ട് ഇവിടെ പള്ളിയിൽ വന്നിരുന്ന് ഒരു 8 ദിവസം ഇരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. 8 ദിവസം വചനം കേട്ട് പ്രാർത്ഥിക്കുക. കോവിഡിൻ്റെ സമയമാണ്. കാലത്ത് ഒരു 5:30 വരിക, 9 മണി 10 മണി വരെ പള്ളിയിൽ ഇരിക്കുക, വചനം കേൾക്കുക, ഈശോയെന്ന് വിളിക്കുക, പ്രാർത്ഥിക്കുക, എന്നിട്ട് പെറ്റ് സ്കാൻ എടുക്കാൻ പോയാൽ മതി.
പ്രിയപ്പെട്ടവരെ, അവർ പെറ്റ് സ്കാൻ എടുക്കാൻ പോയത് ഒരു സെപ്റ്റംബർ 8-ാം തീയതിയാണ്. മാതാവിൻ്റെ തിരുനാൾ ദിവസം അവർ പെറ്റ് സ്കാൻ എടുക്കാൻ പോയി. തിരിച്ചു വന്നു, റിസൾട്ട് പറഞ്ഞു. ആദ്യത്തെ ബയോപ്സി എടുത്തപ്പോൾ 4th സ്റ്റേജ് എന്ന് പറഞ്ഞത് 8 ദിവസം ഇരുന്ന്, കുറച്ച് ദിവസം ഇരുന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ച് പെറ്റ് സ്കാൻ എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പ്രിലിമിനറി സ്റ്റേജിലേക്ക് അത് മാറി. വെറും 8 ദിവസം കൊണ്ട്. ഹല്ലേലൂയ! കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പറഞ്ഞു വന്നത്, നീ ഉപാധികളില്ലാതെ, നിന്റെ കണക്കുകൂട്ടലുകളില്ലാതെ കർത്താവിന് നീ സമർപ്പിക്ക്, കർത്താവ് ഇടപെടും. അതാണ് പത്രോസ്ലീഹ പറയുന്നത്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകൾ അവിടത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ! വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അച്ഛൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു പ്രാർത്ഥനാ മന്ത്രമുണ്ട്. അതിങ്ങനെയാണ്, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ നോക്കിക്കൊള്ളും. ഒന്ന് പറഞ്ഞേ, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. വലതുകരം ഒരു വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഏറ്റു പറയാൻ പറ്റിയ ഒരു മന്ത്രമാണ് പ്രിയപ്പെട്ടവരെ. പരീക്ഷയെക്കുറിച്ച് അമിതമായ ഭയമുണ്ട്, നിങ്ങൾ പറയുക, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കടുത്ത പ്രതിസന്ധികളുണ്ട്, ഏറ്റുപറയ ഹൃദയത്തിൽ, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. കോവിഡ് ആണെങ്കിലും, മലേറിയ ആണെങ്കിലും, പനിയാണെങ്കിലും, ഉരുൾപൊട്ടലാണെങ്കിലും, പ്രളയമാണെങ്കിലും, ഭവനമില്ലാത്ത അവസ്ഥയാണെങ്കിലും, ജോലിയില്ലാത്ത അവസ്ഥയാണെങ്കിലും, വിവാഹം നടക്കാത്ത അവസ്ഥയാണെങ്കിലും, ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നിന്നെക്കൊണ്ട് ഈ ലോകവും പിശാചും തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും, മാനസിക രോഗത്തിൻ്റെ മേഖലകളാണെങ്കിലും, ശാരീരികമായ ബുദ്ധിമുട്ടുകളാണെങ്കിലും, നീ ഇതേറ്റു പറയണം, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഇന്നലെ അച്ഛൻ്റെ ആശ്രമത്തിൽ ധ്യാനകേന്ദ്രത്തിൽ സാക്ഷ്യം പറഞ്ഞൊരു സഹോദരി 45-ാമത്തെ വയസ്സിൽ പ്രഗ്നൻ്റായി. അവർക്ക് 2 കുട്ടികളുള്ളതാണ്. ഇവർ 3-ാമത്തെ കുട്ടിക്ക് അവരുടെ പ്രഗ്നൻസി ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, അമ്മയ്ക്കും കുഞ്ഞിനും അപകടമുണ്ടാകും. നിങ്ങൾക്ക് 2 കുട്ടികളുള്ളതല്ലേ, ആ കുട്ടികളെ മര്യാദക്ക് നോക്കി ജീവിച്ചാൽ പോരെ, ഇനിയും ഒരു കുഞ്ഞിനെ കൂടെ വേണോ? ഇവരും വിചാരിച്ചു, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പോസിറ്റീവായിരിക്കുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് വീണ്ടും പറഞ്ഞു, സെക്കൻഡ് ഒപ്പീനിയന് പോയി. അപ്പോൾ അവർ പറഞ്ഞു, ഡൗൺ സിൻഡ്രം ഉണ്ടാകാം, കുട്ടിക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങളുണ്ടാകാം, ഒരു പക്ഷേ ഡെലിവറിയുടെ സമയത്തോ മറ്റ് സമയത്തോ അമ്മയുടെ ജീവന് തന്നെ അപകടം സംഭവിക്കാം, അതുകൊണ്ട് വേഗം തീരുമാനമെടുത്തോ. അങ്ങനെയാണ് ഈ കുടുംബം അച്ഛൻ്റെ അടുത്ത് വന്നത്. അച്ഛൻ പറഞ്ഞു, ഉദരത്തിലുള്ള കുഞ്ഞ് ആരുടെ കുഞ്ഞാണ്? ഈശോയുടെ കുഞ്ഞാണ്. ആ ജീവൻ ആരുടെ ജീവനാണ്? ഈശോയുടെ ജീവനാണ്. നിങ്ങളൊരു കൊന്ത കൈ പിടിച്ചിട്ട് പൊക്കിളിനോട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഒരു 1000 പ്രാവശ്യം എല്ലാ ദിവസവും പറയേ, ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവർ ഡോക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും, പല ഡോക്ടേഴ്സിൻ്റെ സെക്കൻഡ് ഒപ്പീനിയനും തേർഡ് ഒപ്പീനിയനും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവർ കർത്താവിൻ്റെ വഴിയിലൂടെ, അതിനെയാണ് അൺകണ്ടീഷണൽ സറണ്ടറിങ് എന്ന് പറയുന്നത്, എന്തും വരട്ടെ എന്ന് പറഞ്ഞ് കർത്താവിന് വിട്ടുകൊടുത്തു. ഇന്നലെ അവർ 2 വയസ്സുള്ള കുഞ്ഞിനെയായിട്ട് വന്ന്, നല്ല മിടുക്കി പെൺകുട്ടിയായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മൂന്നാമതായി, നിനക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, അപേക്ഷിക്കണമെങ്കിൽ കർത്താവിൻ്റെ കരുണയിൽ നിനക്കൊരു വിശ്വാസം വേണം.
നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് മുഖം തിരിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ കരുണയിൽ നിനക്ക് വിശ്വാസം വേണം. ഈശോ പറഞ്ഞു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്തു വരും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ തിരുവചനം. യോഹന്നാൻ്റെ സുവിശേഷം 6:37. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്തു വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. വലത് കരമുയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അച്ഛൻ ഓർക്കുകയാണ്, ഒരു ദിവസം ഒരു 12 മണിയായിട്ടുണ്ട് രാത്രി. അച്ഛൻ ആളുകളൊക്കെ കണ്ടതൊക്കെ അവസാനിപ്പിച്ച് അച്ഛൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കിടക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് നിന്ന് ഉച്ചത്തിലുള്ള വിളിയാണ്. അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അച്ഛൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഒരു 3 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ആറളം ഫാം എന്ന് പറയുന്നൊരു ഫാമുണ്ട്, കേട്ടിട്ടുണ്ടാവും. ഒത്തിരി പേരൊക്കെ അവിടെ കാട്ടാന മൂലം മരണമടയൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഈ രാത്രി ഈ വഴിയിലൂടെ, അപകടം നിറഞ്ഞ വഴിയിലൂടെ ഒരു ഓട്ടോറിക്ഷയും വിളിച്ചുകൊണ്ട് 2 ചേച്ചിമാരും ഒരു ചേട്ടനും കൂടെ കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുകയാണ് 12 മണിക്ക്. അച്ഛൻ ചോദിച്ചു, അപ്പോൾ കൊച്ചു കരയുന്നൊന്നുമില്ല. അച്ഛൻ ചോദിച്ചു, എന്തു പറ്റി? ഇവർ പറഞ്ഞു, കൊച്ചു കരച്ചിൽ നിർത്തുന്നില്ല. ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ആശ്രമത്തിലേക്ക്. അത് ഈ പാതിരാത്രിക്ക് വന്നിരിക്കുകയാണ്. ഇവർ പകല് ആശുപത്രിയിൽ പോയി കൊച്ചിനെ കാണിക്കുകയൊക്കെ ചെയ്താണ്. കൊച്ച് രാത്രി കരച്ചിൽ നിർത്തുന്നില്ല. 3 മാസം പ്രായമുള്ള കൊച്ച് ഇങ്ങനെ ശ്വാസം കിട്ടാത്ത വിധത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ചിന്തിച്ചത്, ഈ രാത്രി ഈ കൊച്ചിനെ ആയിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാനാണ്? അമ്മ പാല് കൊടുത്തിട്ട് അമ്മ കൊച്ചിനെ എടുത്തിട്ട് കൊച്ച് കരച്ചിൽ നിർത്തുന്നില്ല, മാറി മാറി എടുത്തിട്ട് കൊച്ച് കരച്ചിൽ നിർത്തുന്നില്ല, ഡോക്ടറെ കണ്ടിട്ട് കൊച്ച് കരച്ചിൽ നിർത്തുന്നില്ല, പിന്നെ ഇവിടെ വന്നിട്ട് ഇത് എന്ത് ചെയ്യാനാണ്? പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു തൊട്ടിലുണ്ട്, ഉണ്ണീശോയുടെ മുമ്പിൽ ഒരു തൊട്ടിലുണ്ട്. അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, കൊച്ചിനെ അവിടെ കിടത്തിയിട്ട് നിങ്ങൾ മുട്ടുകുത്തിയിട്ട് ഈശോയേന്ന് വിളിച്ച് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊച്ചിനെ ആയിട്ട് വളരെ സന്തോഷത്തോടുകൂടെ തിരിച്ചുപോയി. പിന്നീട് അവർ വന്ന് സാക്ഷ്യം പറഞ്ഞു. പിന്നെ കൊച്ച് അതുപോലെ പ്രയാസമുള്ള രീതിയിൽ കൊച്ച് കരഞ്ഞിട്ടില്ലെന്ന്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമുക്ക് ഏറ്റവും ചെറിയ കാര്യം മുതൽ, കുഞ്ഞ് നിർത്താതെ കരയുന്നത് ഒരു അമ്മയെ സംബന്ധിച്ച് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ആ സമയം മുതൽ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. തൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരാളിൽ നിന്നും കർത്താവ് 12 മണിയാണോ 1 മണിയാണോ 2 മണിയാണോ എന്ന് നോക്കിയിട്ടല്ല, നമ്മുടെ പുണ്യവും നമ്മുടെ പാപവും നോക്കിയിട്ടല്ല, നമ്മുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസക്കുറവും നോക്കിയിട്ടല്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുക്കൽ വരുന്നവരിൽ നിന്ന് ഞാൻ മുഖം തിരിക്കുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഒരു മാമോദീസയും സ്വീകരിച്ചിട്ടുള്ള ഒരു കുടുംബമൊന്നുമല്ല. എങ്കിലും അവർ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ഈശോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുക്കൽ വരുന്നവരിൽ നിന്ന് ഞാൻ മുഖം തിരിക്കുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്നലെ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു. അതിങ്ങനെയായിരുന്നു. അവർ ആശുപത്രിയിൽ, ഇരിട്ടിയിലുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ അവർ പരിശോധനയ്ക്ക് ചെന്നു. പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ വയറ്റിൽ വലിയ മുഴയുണ്ട്, ഇവരുടെ ഹാർട്ടിനും കംപ്ലൈൻ്റ് ഉണ്ട്. വേഗം ഡോക്ടർ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. വേഗം പോവുക, ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഈ അക്രൈസ്തവയായിട്ടുള്ള സഹോദരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കല്ല ഓടിയത്. അവർ ആശ്രമത്തിൽ വന്നു, പ്രാർത്ഥിച്ചു, ഈശോയേന്ന് വിളിച്ചു. പിറ്റേ ദിവസം അവർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, താലൂക്ക് ആശുപത്രിയിൽ ചെയ്ത സ്കാനിങ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങൾ വീണ്ടും ചെയ്യുമെന്ന് പറഞ്ഞു. അവർ വീണ്ടും ചെയ്തപ്പോൾ തലേ ദിവസം ഓപ്പറേഷന് വേണ്ടി റെഫർ ചെയ്ത് എഴുതിയിരുന്ന മുഴ പിറ്റേ ദിവസം അവിടെ ഇല്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. 2 കാര്യങ്ങൾ കൂടെ. ഒന്ന്, കർത്താവിൻ്റെ കരുണയിൽ
നമ്മൾ ആശ്രയിക്കണം. 4, സ്വന്തം നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധ്യം വേണം. ഈശോ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, ഈശോയെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. 5-ാമതായി പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശക്തിയിൽ നമുക്ക് വിശ്വാസം വേണം. 6-ാമതായി അവസാനമായി നമുക്കൊരു ബോധ്യമുണ്ടാകണം. നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്കൊരു ബോധ്യമുണ്ടാകണം, നമ്മൾ കഷ്ടതയിലാണെന്ന് ബോധ്യമുണ്ടാകണം. ഈശോ പ്രാർത്ഥിക്കാൻ പോയ വിധവയുടെ കഥ പറഞ്ഞു. ഈ വിധവയ്ക്കൊരു ബോധ്യമുണ്ടായിരുന്നു. എന്താണ് ആ ബോധ്യം? തനിക്കെതിരെ സംഭവിച്ചിരിക്കുന്ന അനീതിയെക്കുറിച്ചുള്ളൊരു ബോധ്യം. നമുക്ക് പലപ്പോഴും നിലവിളിക്കാൻ തോന്നാത്തത് നമ്മളിപ്പോൾ കടന്നു പോകുന്ന കഷ്ടതയെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് നിലവിളിക്കാൻ ഉള്ളിൽ നിന്നൊരു പ്രചോദനം ലഭിക്കാത്തത്, പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ പ്രതിസന്ധിയെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ എത്രമാത്രം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതം എത്രമാത്രം ശൂന്യമാണെന്ന്, ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ എത്രമാത്രം അകലെയാണെന്ന് നമുക്കറിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തോന്നാത്തത്. അതാണ് നമ്മൾ പറയുന്നത്, നിലവിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നിന്റെ കഷ്ടതയെക്കുറിച്ച് നിനക്കൊരു ബോധ്യം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കുടുംബ ജീവിതത്തിൽ അവിശ്വസ്തത തുടരുമ്പോഴും നീ നിലവിളിച്ച് പ്രാർത്ഥിക്കാത്തത് നീ തിന്മയിലാണെന്ന് നീ അറിയാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തെറ്റായ പ്രണയബന്ധത്തിൽ കഴിയുന്നവൻ കഷ്ടതയിലാണ്. ഒരാത്മീയ മരവിപ്പിൽ കഴിയുന്നവൻ കഷ്ടതയിലാണ്. ലഹരിയിൽ കഴിയുന്നവൻ കഷ്ടതയിലാണ്. തിരിച്ചറിയണം, കഷ്ടതയിലാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നീ കർത്താവിലേക്ക് തിരിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചെറിയ സമയത്ത് ഈ വചന ശുശ്രൂഷയിലൂടെ ധ്യാനിച്ചത്, നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തെക്കുറിച്ച് ഓർക്കേണ്ട ഒരു 8 കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു 6 മനോഭാവങ്ങളുമാണ്. കർത്താവ് കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കാൻ, കൂടുതൽ ആവേശത്തോടുകൂടെ ഉത്സാഹത്തോടുകൂടെ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ശ്രവിച്ച ഈ വചനം നമ്മുടെ ഉള്ളിൽ മാംസം ധരിക്കട്ടെ. പരിശുദ്ധ അമ്മയിൽ വചനം മാംസം ധരിച്ചതുപോലെ നമ്മുടെ ഉള്ളിൽ വചനം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അത്ഭുതങ്ങളും അത്ഭുതങ്ങളും കർത്താവേ പ്രവർത്തിക്കണമേ. അങ്ങയുടെ പരിശുദ്ധമായ വചനം അങ്ങയുടെ മക്കൾക്ക് രക്ഷ നൽകുന്ന ശക്തിയായി മാറട്ടെ. അങ്ങ് വചനം അയച്ചവരെ സുഖപ്പെടുത്തണമേ, വിനാശത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഹല്ലേലൂയ. മരുന്ന്, ലേപന, ഔഷധമല്ല, അങ്ങയുടെ വചനമാണല്ലോ അവരെ സുഖപ്പെടുത്തിയത്. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, 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 ഈശോ, ഈശോ, ഈശോ.